ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മസിനഗുഡിയിൽ നിന്ന് നമ്മൾ ഹുള്ളാത്തി വഴി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മസിനഗുഡിയിലെ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കഴിഞ്ഞ 5 പാർട്ടുകളായി നമ്മൾ കണ്ടത്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബസ് ഹുള്ളാത്തിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ്. നീലഗിരിയുടെ പല ഭാഗങ്ങളിലേക്കും ഇതുപോലെ ചേസ് കട്ട് ചെയ്ത ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നീലഗിരിയിലെ പല സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ ഇതുപോലെ വളവുകളും കയറ്റങ്ങളും ഒക്കെ ഉള്ളവയാണ്. മലഞ്ചെരുവുകളിൽ പല നിറങ്ങളിലായി ചെറിയ ചെറിയ വീടുകളും അവയോട് ചേർന്നുള്ള കൃഷിസ്ഥലങ്ങളും ഒക്കെയാണ് ഈ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു നദി കണ്ടു. മർലിമുണ്ട് ലേക്ക് എന്നാണ് ഈ നദിയുടെ പേര്. വെള്ളം നല്ല കുറവുള്ള സമയമാണ് ഇപ്പോൾ. നമ്മുടെ യാത്ര ഊട്ടി ഗൂഡല്ലൂർ മെയിൻ റോഡിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് ജോയിൻ്റ് ആകുന്നിടത്ത് 2 ക്രിസ്ത്യൻ ചർച്ചുകളാണ് ഉള്ളത്. ഒന്ന് CSI സെൻറ്റ് സ്റ്റീഫൻ ചർച്ചും മറ്റേത് CSI ഹോളി ട്രിനിറ്റി ചർച്ചും. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ചർച്ചുകളാണ് ഇവ രണ്ടും. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ ഊട്ടി ടൗണിലേക്കും റൈറ്റ് എടുത്താൽ ഗൂഡല്ലൂർ ഭാഗത്തേക്കുമാണ് പോവുക. നമ്മൾ പോകുന്നത് ഗൂഡല്ലൂർ റോട്ടിലേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. ഊട്ടിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. 12:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലഞ്ചിനുള്ള സമയം ആകുന്നുള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. നീലഗിരിയിൽ ഇവർക്ക് 3 റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത്. ഊട്ടിയിൽ 2 എണ്ണവും, ഒന്ന് കൂനൂരിലും. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഓരോ ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും ഓർഡർ ചെയ്തു. മുമ്പ് ഊട്ടിയിൽ ഞാൻ സപ്ലൈ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുന്ന് ബിരിയാണി കഴിക്കാറുണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം പിന്നെ ബിസിനസ്സൊക്കെ നിർത്തേണ്ടി വന്നതുകൊണ്ട് പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ വരാറില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിട്ടുണ്ട്. ബിരിയാണി നമ്മൾ കഴിച്ച് തുടങ്ങുകയാണ്. ഞാൻ ചിക്കൻ ബിരിയാണിയും എൻ്റെ ഫ്രണ്ട് മട്ടൻ ബിരിയാണിയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ആദ്യം കഴിച്ചിരുന്ന ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഇപ്പോൾ കഴിക്കുമ്പോൾ തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കന് വേവ് വളരെ കുറവാണ്. ആദ്യമൊക്കെ 2 പീസ് ചിക്കനായിരുന്നു ഈ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ. ഒരു ബിരിയാണിയിൽ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ അത് പീസിൻ്റെ വലിപ്പവും കുറഞ്ഞിട്ടുണ്ട്. 1 പീസാക്കിയിട്ട് അവർ കുറച്ചിട്ടുണ്ട്. പിന്നെ റൈത്ത വളരെ കട്ടി കുറഞ്ഞ വെള്ളം പോലെയാണ്. ഇതിനൊന്നും ഞാൻ ആദ്യം ഏകദേശം ഒരു 2020 വരെ ഇവിടുന്ന് ഏകദേശം ഒരു മാസം 1-2 തവണ ഇവിടെ വന്നിരുന്ന ഒരാളാണ്. ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ എന്തായാലും കിട്ടുന്നില്ല. തുറന്ന് പറഞ്ഞാൽ 5 പൈസക്കില്ല എന്ന് തന്നെ പറയാം. എൻ്റെ സുഹൃത്ത് കഴിക്കുന്ന മട്ടൻ ബിരിയാണിയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് എന്നാണ് അവൻ പറഞ്ഞത്. മട്ടൻ്റെ പീസും എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി ഏകദേശം സെയിമാണ്. ആദ്യത്തെ ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേ ആ ഒരു റൈസിൻ്റെ ടേസ്റ്റും ഇറച്ചിയുടെ ടേസ്റ്റും ഇറച്ചിയുടെ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഹൈദരാബാദ് ബിരിയാണി കഴിക്കുക എന്നുള്ള ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്തായാലും പാളിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് കഴിച്ച ഫുഡിൽ ഞങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. നല്ല നിരാശയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ ബില്ലിലും മാറ്റങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ 200 രൂപയും GSTയുമായിരുന്നു. അന്ന് മട്ടന് 250 രൂപയും GST ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ചിക്കൻ ബിരിയാണിക്ക് 300 രൂപ ആക്കിയിട്ടുണ്ട് പ്ലസ് GST. അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിക്ക് 350 രൂപ പ്ലസ് GST ആയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്തായാലും ഊട്ടിയിൽ വന്നാൽ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ നിന്ന് കഴിക്കില്ല എന്ന തീരുമാനത്തോടെ ഞങ്ങൾ കോത്തഗിരിയിലേക്ക് പുറപ്പെടുകയാണ്. ചാരിങ് ക്രോസിൽ പോയി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ദോഡാപേട്ട വഴിയാണ് കോത്തഗിരിയിലേക്ക് പോകുന്നത്. റോഡ് നല്ല ട്രാഫിക്കാണെന്ന്. 29 കിലോമീറ്ററാണ് ഊട്ടിയിൽ നിന്നും കോത്തഗിരിയിലേക്കുള്ള ദൂരം. കൂനൂർ വഴിയും
കോത്തഗിരിയിലേക്ക് പോവാം. ഊട്ടി ടൗണിൽ നിരവധി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെയൊക്കെ നിരവധി തവണ പോയതുകൊണ്ട് ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. കൊറോണ കാലം തുടങ്ങുന്നത് വരെ ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ ഊട്ടിയിൽ സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു. ഈ റോഡിലൂടെയൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് തവണ പോയിട്ടുണ്ട്. കൊറോണ വന്നതോടെ ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇങ്ങോട്ടുള്ള വരവുകളൊക്കെ വളരെ കുറവുമായി. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ദോഡാപേട്ട വ്യൂ പോയിന്റിലേക്ക് പോകാം. നേരെ പോയാൽ ഇദ്ഹട്ടി എന്ന വില്ലേജിലേക്കും. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കോത്തഗിരിയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് കോത്തഗിരി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൊതുകും കൂത്താടിയും നിറഞ്ഞ ഓടകളും മാലിന്യ കൂമ്പാരങ്ങളും ഒന്നുമില്ലാതെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന നിരവധി കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. 100% ശുദ്ധവായു, താഴ്വരകളെ കുളിരണിയിച്ചുകൊണ്ട് ഇടയ്ക്കിടെ വന്നെത്തുന്ന കോടമഞ്ഞ്. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? കോത്തഗിരിയിലെ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.